ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ മോം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് വീഡിയോയുമായാണ്. നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനും സ്ട്രോങ് ആവാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അധികം ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് സൈഡിലായിട്ട് വരുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോസ് ആദ്യം കാണുവാൻ പറ്റുകയും ചെയ്യും. ഇന്നത്തെ ഈ ഹെയർ ഗ്രോത്ത് മാസ്ക് റെഡിയാക്കാൻ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: അലോവേറ ജെൽ. ഞാൻ എടുത്തിരിക്കുന്നത് പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് വേറെ ഏത് അലോവേറ ജെൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം കാസ്റ്റർ ഓയിൽ, ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗളും ഒരു സ്പൂണും. അപ്പോൾ ഈ മാസ്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ അലോവേറ ജെല്ല് നമ്മുടെ ബൗളിലേക്ക് എടുക്കാം. നമ്മളിവിടെ അലോവേറ ജെൽ നമ്മുടെ ബൗളിലേക്ക് എടുത്തു കഴിഞ്ഞു. നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് നമുക്ക് അളവ് കൂടുതലോ കുറവോ എടുക്കാം. അപ്പോൾ ഷോർട്ട് ഹെയർ ആണെങ്കിൽ കുറച്ച് ജെൽ എടുത്താൽ മതിയാകും. അപ്പോൾ എനിക്ക് നല്ല ലെങ്തി ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ അലോവേറ ജെൽ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾക്ക് കാസ്റ്റർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാസ്റ്റർ ഓയിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാനൊരു 4 സ്പൂൺ അളവിന് ആണ് ചേർക്കുന്നത്. കുറച്ച് വലിയ സ്പൂണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ മതിയാവും. അപ്പോൾ കാസ്റ്റർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓയിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ലൈറ്റായിട്ടൊന്ന് സിസർ വെച്ചൊന്ന് ഇത് ചെയ്തിട്ട് അതിലെ ആ ഓയിൽ നമുക്കിതിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ എല്ലാം കാസ്റ്റർ ഓയിലും പിന്നെ വൈറ്റമിൻ ഇ ഓയിലും അലോവേറ ജെല്ലും കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് റെഡി. ആദ്യം കണ്ട പോലുള്ള ഒരു കളറേ അല്ല. ആ ഓയിലും നമ്മുടെ അലോവേറ ജെല്ല് എല്ലാം കൂടിയിട്ട് മിക്സായി ഒരു ക്രീം ഫോമിലായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ ഹെയർ മാസ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് റൂട്ട്സിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ മാസ്ക് ഇവിടെ റെഡിയാണ്. സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമ്മുടെ റൂട്ട്സിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്, വൈറ്റമിൻ ഇ, പിന്നെ അതുപോലെ തന്നെ അലോവേറ ജെൽ. ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതുപോലെ സഹായിക്കുന്ന, അതായത് ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സാണ്. അലോവേറ ജെല്ലിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ കാസ്റ്റർ ഓയിൽ വന്നിട്ട് നമുക്ക് ഈ ചിലർക്ക് ചില പ്രത്യേക ഭാഗത്ത് നിന്ന് മാത്രം മുടി ഇങ്ങനെ പൊഴിഞ്ഞിട്ട് അവിടെ മാത്രം ഇങ്ങനെ കഷണ്ടി പോലെ തോന്നില്ലേ, ചെറിയ പാച്ചസ് പോലെ. അപ്പോൾ അവിടെയൊക്കെ വീണ്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ കാസ്റ്റർ ഓയിൽ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്.
ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹെയർ നമുക്കൊന്ന് ടൈ ചെയ്ത് വെക്കാം. ഈ മാസ്ക് നമുക്ക് നമ്മുടെ ഹെയറിൽ ഒരു 2 hours മാക്സിമം ഇരിക്കണം. നമുക്ക് വെച്ചിട്ട് ഇതുപോലൊരു ക്ലിപ്പ് വെച്ച് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കും. ഒരു 2 hours കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മൈൽഡ് ഷാമ്പു ഇട്ട് ഇത് നമുക്ക് വാഷ് ചെയ്യാം. നമുക്കപ്പോൾ 2 hours കഴിഞ്ഞിട്ട് ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കാണാം. വാഷ് ചെയ്തിട്ട് നമ്മൾ നാച്ചുറൽ എയർ ഡ്രൈ തന്നെ ചെയ്യുക. ഹെയർ ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഹെയർ ഡ്രയേഴ്സിലെ ഹോട്ട് എയറൊക്കെ നമ്മുടെ ഹെയറിന് ഒരുപാട് ഡാമേജ് ചെയ്യുന്നതാണ്. നമ്മൾ നാച്ചുറലി നമ്മുടെ ഫാനിൻ്റെ കാറ്റിലോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് മുടി ഉണക്കുകയോ ഒക്കെ ചെയ്യുക. ഇപ്പോൾ 2 hours കഴിഞ്ഞു. നമ്മൾ ഹെയർ പാക്ക് ഇട്ടിട്ട് 2 hours കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തിട്ട് നോർമൽ എയർ ഡ്രൈ ചെയ്ത ഹെയറാണ്. ഒരു 80% ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ കോമ്പൊന്നും ചെയ്തിട്ടില്ല. നല്ലപോലെ സോഫ്റ്റ് ആൻഡ് ഷൈനി, നിങ്ങൾക്ക് തന്നെ കാണാൻ തോന്നുന്നു. ഹെയർ നല്ല ഷൈനി ആയിട്ട് ഇപ്പോൾ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ടാങ്കിൾസ് ഒന്നുമില്ല. ഞാൻ കോമ്പ് പോലും ചെയ്തിട്ടില്ല. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇത് ചെയ്ത് നല്ലപോലെ എയർ ഡ്രൈ ആക്കിയതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് കോമ്പ് ചെയ്ത് കാണിക്കാം. എന്ത് നല്ല സ്മൂത്തായിട്ട് കോമ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഒരു ഷൈൻ ഉണ്ടോ, നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈൻ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആലോവേറ ജെല്ലിൻ്റെ ഒരു ഇതാണ്. നമ്മുടെ ഹെയറിന് ആലോവേറ ജെല്ല് റെഗുലർലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷൈൻ നമ്മുടെ ഹെയറിനുണ്ടാവും. ഈ സൈഡ് കൂടെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ഹെയർ ഇപ്പോൾ നല്ല മാനേജബിളായിട്ട് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് ഉണ്ട്. എല്ലാവരും തന്നെ ഈ ഹെയർ പാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതുപോലുള്ള ഹെയർ പാക്ക് വീഡിയോസ്, സ്കിൻ കെയർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോസും എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക. ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഹെയർ പാക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട്സ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.